നമസ്കാരം. ധാരു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻ സീരീസാണിത്. വരാൻ പോകുന്ന കേരള പീസ് നടത്തുന്ന എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ആവർത്തന ചോദ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് എപ്പോഴും ആവർത്തന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വളരെയധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ LGS എക്സാമിന് പോലും ആവർത്തന ചോദ്യങ്ങളുടെ ഒരു പട്ടിക തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രിലിംസ് എക്സാമിനും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആവർത്തന ചോദ്യങ്ങളെ കൂടുതലായി പരിചയപ്പെടാം. ആൻസേഴ്സ് നോക്കാം. ജസ്റ്റ് ആൻസർ ആൻഡ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒന്നും വരുന്നില്ല. ക്വസ്റ്റ്യൻസ് നോക്കും, നമ്മൾ പരിചയപ്പെടുന്നു, ക്വസ്റ്റ്യൻസ് വായിച്ച് പഠിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ റെഡിയാവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതി ഏതാണ്? ആദിഭാഷ, ദൈവദശകം, ശിവശതകം, ദർശനമാല. ആൻസർ ആദിഭാഷ. ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? ആദിഭാഷ. അടുത്തത്, കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകൾ നോക്കാം. മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. കൊച്ചിയിൽ ആദ്യ സ്കൂൾ 1818 സ്വാതിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. സ്പാനിഷ് മിഷണറി ആയിരുന്ന ട്വിങ്കിൾ ടാപ്പ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുക ഉണ്ടായി. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി ക്വാർട്ടസ് വ്യവസ്ഥയിൽ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ബ്രിട്ടൻ, ഫ്രാൻസ്, ഹോളണ്ട്, പോർച്ചുഗൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗൽ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1900 മുതൽ 1901 വരെ. ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ്? 1900 to 1901. തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ്? തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ്? ആൻസർ ഇൻക സംസ്കാരം. ഇൻക സംസ്കാരം. നെക്സ്റ്റ് വൺ, കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? MGS നാരായണൻ. MGS നാരായണനാണ്. നെക്സ്റ്റ് വൺ, ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ആൻസർ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ഇപ്പോൾ നമ്മൾ കുറേയധികം ഒരുപക്ഷെ എക്സാംസുകൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ക്വസ്റ്റ്യൻസ് നല്ല പരിചയം ഉണ്ടാകും. നമ്മൾ റാങ്ക് 5 പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മറ്റ് നോട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാൻ ആൻസർ കിട്ടുന്നു നോക്കുക. കിട്ടാത്ത ആൻസേഴ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കുറേയധികം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ മുമ്പോട്ട് പോകാം. നെക്സ്റ്റ് വൺ, അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? ആൻസർ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ആർഗണും കാർബൺ ഡൈ ഓക്സൈഡും. 3-ാം സ്ഥാനം ആർഗൺ, 4-ാം സ്ഥാനം കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ആൻസർ
ഓപ്ഷൻ ബി ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. 2 പ്രധാന ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഗൾഫ് സ്ട്രീം ആൻഡ് ലാബ്രഡോർ. നെക്സ്റ്റ് വൺ, ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന പ്രധാന വന്യജീവി ഏതാണ്? ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏതാണ്? ആൻസർ ഹിമപ്പുലി. ഹെമിസ് ദേശീയോദ്യാനത്തിൽ ഹിമപ്പുലിയാണ്. നെക്സ്റ്റ് വൺ, കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണ്? വാട്ടർ മെട്രോ നഗരം ഏതാണ്? ആൻസർ കൊച്ചി. വാട്ടർ മെട്രോ നഗരം കൊച്ചിയാണ്. നെക്സ്റ്റ് വൺ, താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദനവക്രത്തിൻ്റെ മധ്യബിന്ദുവിൽ ഇലാസ്തികത എത്രയാണ്? താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദകവക്രത്തിൻ്റെ മധ്യബിന്ദുവിൽ ഇലാസ്തികത എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 1. ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി. ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി എത്രയാണ്? കോൺകേവ് ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? RBI. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? RBI. നെക്സ്റ്റ് വൺ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഡാഷ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആൻസർ വില മെക്കാനിസം. വില മെക്കാനിസം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസം. നെക്സ്റ്റ് വൺ, ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്ത് ആയിരിക്കും? അതെപ്പോഴും പോസിറ്റീവായിരിക്കും. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ഏതാണ്? ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ഏതാണ്? മോണോപ്സോണി. മോണോപ്സോണി. ഇതൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്ന പോർഷൻസ് ആണ്. മോണോപ്സോണി. എക്കണോമിക്സ്. മോണോപ്സോണി. നെക്സ്റ്റ് വൺ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ 42. നെക്സ്റ്റ് വൺ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ആൻസർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം 1978. ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ. ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ GV മൗലങ്കാർ. GV മൗലങ്കാർ. നെക്സ്റ്റ് വൺ, പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത്. പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്നാണ്? ആൻസർ 2019 ഡിസംബർ 11. 2019 ഡിസംബർ 11. നെക്സ്റ്റ് വൺ, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ്? വിവാഹം, വിവാഹമോചനവും, അളവ് തൂക്കം, ഗതാഗതം, വരുമാന നികുതി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വരുമാന നികുതിയാണ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ്? വരുമാന നികുതി. വരുമാന നികുതി. നെക്സ്റ്റ് വൺ, ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയുക. ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയുക. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ, നീതി ആയോഗ്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ. ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി, നീതി ആയോഗ്. നീതി ആയോഗാണ്. നെക്സ്റ്റ് വൺ, നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 74. നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 74 ആണ്.
നെക്സ്റ്റ് വൺ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് എം എം പരീത് പിള്ള. ജസ്റ്റിസ് എം എം പരീത് പിള്ള. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ള. നെക്സ്റ്റ് വൺ, കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1969. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1969. നെക്സ്റ്റ് വൺ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 100. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2008. തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം 2008. നെക്സ്റ്റ് വൺ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം 2018. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം 2018. നെക്സ്റ്റ് വൺ, കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത്. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എങ്ങനെ? ഓപ്ഷൻ ഡി ആസ് ദി ആൻസർ ആണ്. ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എങ്ങനെയാണ്? ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും. നെക്സ്റ്റ് വൺ, എന്താണ് ഡോപ്സൺ യൂണിറ്റ്? ആൻസർ, അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നതാണ് ഡോപ്സൺ യൂണിറ്റ്. അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നതാണ് ഡോപ്സൺ യൂണിറ്റ്. നെക്സ്റ്റ് വൺ, 2021 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2021 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ എ ആൻസർ, മണ്ണിൻ്റെ ലവണീകരണം തടയൂ, മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ. മണ്ണിൻ്റെ ലവണീകരണം തടയൂ, മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ എന്നാണ്. നെക്സ്റ്റ് വൺ, ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മലേറിയയെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ LGSൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലേ. മലേറിയ മീൻസ് ഇതിൻ്റെ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന സൂക്ഷ്മജീവി. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ, പ്രസ്താവന എയും ബിയും ശരിയാണ്. അതായത് മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്, പ്ലാസ്മോഡിയം വൈവാക്സ്. പിന്നെ കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. ഫീമെയിൽ അനാഫലിസ് മൊസ്കിറ്റോ. കൊതുകാണ് മലേറിയ രോഗത്തെ മറ്റൊരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. സെറിബെല്ലം തുലനാവസ്ഥ പാലിക്കുന്നു. നെക്സ്റ്റ് വൺ, അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ആർക്കിമിഡീസ് തത്വം. UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ
ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? UV തരംഗം, അൾട്രാവയലറ്റ് തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം വന്ന് പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? ആൻസർ ഓപ്ഷൻ സി, എക്സ് തരംഗം. എക്സ് തരംഗങ്ങൾ, എക്സ്റേ തരംഗങ്ങൾ, എക്സ് തരംഗങ്ങൾ വന്ന് പതിക്കുമ്പോഴാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസക്. നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസക് ആണ്. നെക്സ്റ്റ് വൺ, ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 m ആഴമുള്ള ഒരു കിണറ്റിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ മോട്ടോറിൻ്റെ പവർ എത്രയാണ്? അവിടെ G = 10 m/s² ആണ്. ആൻസർ ഓപ്ഷൻ ഡി, 1600 വാട്ടാണ്. നെക്സ്റ്റ് വൺ, ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഉപ്പുവെള്ളം. ഉപ്പുവെള്ളം. നെക്സ്റ്റ്, ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം ഏത്? ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം ഏതാണ്? ആൻസർ മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം? സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ ഏതെല്ലാം വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? ആൻസർ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. മിശ്രിതം, സംയുക്തം, മിശ്രിതം. സ്വർണ്ണാഭരണം മിശ്രിതം, പഞ്ചസാര സംയുക്തം, ഉപ്പുവെള്ളം മിശ്രിതം. ഓക്കെ. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. ആൻസർ ഓപ്ഷൻ സി, 70%. ഉപലേന്ദു ചാറ്റർജി എന്ന കഥാപാത്രം കടന്നുവരുന്ന TD രാമകൃഷ്ണൻ്റെ നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ആൽഫയാണ്. ഓപ്ഷൻ സി, ആൽഫ. നെക്സ്റ്റ് വൺ, ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? റെസ്ലിംഗ്. റെസ്ലിംഗ്. ബ്രിഡ്ജ് ഔട്ട്, റെസ്ലിംഗ്. ബ്രിഡ്ജ് ഔട്ട്, റെസ്ലിംഗ്. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? ആൻസർ ചിറയ്ക്കൽ തമ്പുരാൻ. നെക്സ്റ്റ് വൺ, സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന എന്തിണകളിലെ അവസാനത്തെ നിലയായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത്? നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കടലോര പ്രദേശത്തെ. കടലോര പ്രദേശത്തെയാണ്. നെക്സ്റ്റ് വൺ, ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന ഹിന്ദി കൃതിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? ടോം ഓഫ് സാൻഡ എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? ആൻസർ ഈസ് റേത് സമാധി. ഗീതാഞ്ജലി 2022 ഓർക്കുക. നെക്സ്റ്റ്, ടോം ഓഫ് സാൻഡ ഏതാണത്? രേത് സമാധി എന്ന നോവലിൻ്റെ പരിഭാഷയാണ്. രേത് സമാധി എന്ന നോവലിൻ്റെ പരിഭാഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് രണ്ടും ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ആൻസർ
APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് 11ാമത്തെ രാഷ്ട്രപതി, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിനാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, GVHSS വിതുര. GVHSS വിതുര. നെക്സ്റ്റ് വൺ, കേരള കായിക ദിനം ആചരിക്കുന്നത് എന്നാണ്? കേരള കായിക ദിനം ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 13. ഒക്ടോബർ 13. നെക്സ്റ്റ് വൺ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. AK ഗോപാലൻ. നെക്സ്റ്റ് വൺ, വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി, KM വാസുദേവൻ നമ്പൂതിരി. KN വാസുദേവൻ നമ്പൂതിരി. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? KM വാസുദേവൻ നമ്പൂതിരി. നെക്സ്റ്റ് വൺ, ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? 1996. 1996. 1996 ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത് 1996 മുതലാണ്. നെക്സ്റ്റ് വൺ, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പഴശ്ശി രാജ. നെക്സ്റ്റ് വൺ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് എന്താണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ്? എവിടെ? ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആൻസർ ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ. ബാരൻ ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ്? സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഖാദർ. അറിയപ്പെടുന്ന പേരെന്താണ്? ഖാദർ എന്നാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ആൻസർ വരുന്നത് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ് വൺ, ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? സൂര്യൻ. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നും. കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നും. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി, ഭൂട്ടാൻ. ഓപ്ഷൻ ഡി, ഭൂട്ടാൻ. നെക്സ്റ്റ് വൺ, സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ
വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. നെക്സ്റ്റ് വൺ, മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? ആൻസർ 42-ാം ഭരണഘടനാ ഭേദഗതി വഴി. 42. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്തവകാശം. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആൻസർ പിംഗലി വെങ്കയ്യ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. നെക്സ്റ്റ് വൺ, ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 അല്ലേ? 24 26-ന് മുൻപ്, 2 ദിവസം മുൻപേ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം 3:2. വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി ഭാഷയിൽ. ബംഗാളി ഭാഷയിൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? 2009. ഡോൾഫിൻ 2009. നെക്സ്റ്റ് വൺ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ഏതാണ്? കഴ്സൺ പ്രഭു. നെക്സ്റ്റ് വൺ, ആരാണ് അതിർത്തി ഗാന്ധി? ആരാണ് അതിർത്തി ഗാന്ധി? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 1953. നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്ര. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം. 1957 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏതാണ്? കാൺപൂർ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭു. നെക്സ്റ്റ് വൺ, ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്. ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? ആൻസർ ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനാണ് ശ്രീരംഗപട്ടണം ടിപ്പു സുൽത്താൻ്റെയാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന അദ്ദേഹം കലാപം നയിച്ച സ്ഥലം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? തിരുനെൽവേലിയാണ് കേട്ടോ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? തിരുനെൽവേലി. നെക്സ്റ്റ് വൺ, ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? താക്കോൽ എന്തിനെയാണെന്ന്? ആമുഖമാണ് ഭരണഘടനയുടെ താക്കോൽ. ആമുഖമാണ് ഭരണഘടനയുടെ താക്കോൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയുണ്ട്? 11 എണ്ണമാണ്. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഇടുക്കിയാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട്? 6 എണ്ണം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? മാട്ടുപ്പെട്ടി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? 2017 ഉദ്ഘാടനം ചെയ്തത്. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി MD വത്സമ്മ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക്
ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? വിദ്യാധീരം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി, ഇപ്പോഴത്തെ മീൻസ് കെ കൃഷ്ണൻകുട്ടി. ഓക്കെ. നെക്സ്റ്റ് വൺ, സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജം എന്ന് പറയുമ്പോൾ അത് വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായ്. അടിമ സമ്പ്രദായം നിർത്തലാക്കുന്നത് റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? അയ്യൻ കാളി. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിൽ? തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിൽ. വിറക് കാസർഗോഡാണ്, കാട്ടിലാണ് വിറക് ശേഖരിക്കുക. നെക്സ്റ്റ് വൺ, കുണ്ടറ വിളംബരം നടന്ന വർഷം അല്ലേ? കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809. കുണ്ടറ വിളംബരം നടക്കുന്നത് 1800-കളിലാണ്. 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? അല്ലേ? പയ്യന്നൂർ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം. നെക്സ്റ്റ് വൺ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക. ആൻസർ അരുണ അസഫലി. കേരള ഗാന്ധി ആരാണ്? K കേളപ്പൻ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയാണ്? 32. സൂര്യപ്രകാശമേൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? സൂര്യപ്രകാശമേൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റമിൻ ഡി ആണ്. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവിയാണ്? അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തറിയാം? വൈറസ് തന്നെ അല്ലേ? പെട്ടെന്ന് വൈറസാണ് സ്പ്രെഡ് ചെയ്യപ്പെടുക. മനുഷ്യശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക? ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എന്തിനെയാണ്? അറിയാം, ചെറുകുടൽ. മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സയാണ്. ആൻസർ താലോലം. സങ്കര ഇനം തക്കാളി ഏതാണ്? അക്ഷയ. സങ്കര ഇനം തക്കാളി അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെ സ്ഥിതി ചെയ്യുന്നു? തോട്ടവിള ഗവേഷണ കേന്ദ്രം. തോട്ടവിള എന്ന് പറയുമ്പോൾ അത് കാസർഗോഡ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? പഠനമാണ് ഇക്കോളജി. റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? വംശനാശ ഭീഷണി നേരിടുന്നവ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റുദർഫോർഡ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും? 18ാം ഗ്രൂപ്പിലാണ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് ഏക അറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക. ഹീലിയം, ക്ലോറിൻ, ഹൈഡ്രജൻ, ഓക്സിജൻ. ആൻസർ ഹീലിയം. LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? ആൻസർ ബ്യൂട്ടെയിൻ. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. ഊർജത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ജൂൾ. ഒരു സദിശ അളവ് ഉദാഹരണം ഏതാണ്? ത്വരണം. ദൂരമുണ്ട്, ഊഷ്മാവുണ്ട്, സമയം അല്ലേ? അതിൽ ത്വരണം ആണ് എന്ത് പറയുന്നത്? സദിശ അളവ്.
കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ ഏതാണ്? സംവഹനമാണ്. കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ ഏതാണ്? സംവഹനം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിൻ്റെ വക്രതാ ദ്വാരവും തമ്മിലുള്ള ബന്ധം എത്രയാണ്? ആൻസർ F=R/2. F=R/2 ആണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, കേരള സത്യാഗ്രഹം മഹാരാഷ്ട്ര, അഹമ്മദാബാദ് മെയിൽ സമരം ഗുജറാത്ത്. ആൻസർ വരുന്നത് ശരിയായ ബന്ധം ഏതാണ് ചോദിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ സി 1 ഉം 3 ശരിയാണ്. 1 ഉം 3 മീൻസ് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറാണ്. പിന്നെ അഹമ്മദാബാദ് മെയിൽ സമരം എന്ന് പറയുമ്പോൾ ഗുജറാത്ത്. ചമ്പാരൻ ബീഹാർ, അഹമ്മദാബാദ് മെയിൽ സമരം ഗുജറാത്ത്. 1 and 3 ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളവയാണ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് മാത്രം നമുക്ക് പോകാം. പ്രിലിംസ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് വായിച്ചു പോകാം. നമുക്ക് ഏതെങ്കിലുമൊക്കെ ആൻസേഴ്സ് റിപ്പീറ്റായി വരുമ്പോൾ നമുക്കത് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? നോക്കാം. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഇതിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ, ശരിയാണല്ലോ. 2 ഉം 3 ശരിയാണ് അല്ലേ? 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയെന്നുള്ളതും 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചിൽ പരാജയപ്പെടുത്തി. 2 ഫാക്റ്റും പഠിച്ചു വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ട് തന്നെയാണിത്. നെക്സ്റ്റ് വൺ, ചുവടെ നൽകിയിട്ടുള്ളവയിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ? എന്താണത്? 1.25 കോടി മലയാളികൾ. ഇനി ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ശരിയായ ബന്ധം ഏതാണ്? കേസരി ബാലഗംഗാധര തിലകൻ, യങ് ഇന്ത്യ ആനി ബസന്റ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ശരിയായ ബന്ധം എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയായ ബന്ധം ഏതൊക്കെയുള്ളൂ? 1 ഉം 3 മാത്രമേ ഉള്ളൂ അല്ലേ? കേസരി ബാലഗംഗാധര തിലകനും വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി 2 എണ്ണവും എപ്പോഴും ചോദിച്ചിട്ടുള്ളതുമാണ്. കേസരി ബാലഗംഗാധര തിലകൻ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി അല്ലേ? അത് യങ് ഇന്ത്യ ആരുടെയാണ്? ഗാന്ധി കേട്ടോ. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? തെറ്റുദ്ധരണി. എനിക്ക് ശേഷം പ്രളയം ലൂയി 15 എന്നാണ് രാഷ്ട്രം ലൂയി 14. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് വോൾട്ടയർ. ആൻസർ ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് തെറ്റ്. മൂന്നാമത്തത്, എനിക്ക് ശേഷം പ്രളയം ലൂയി 15. ഞാനാണ് രാഷ്ട്രം ലൂയി 14. നെക്സ്റ്റ് വൺ, 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ചൈന. വേഗം പോകാം. ചവറ കരിമണൽ നിക്ഷേപത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇൽമനൈറ്റ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുര വാതിലിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏതു മാസത്തിലാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്ന ഏത് മാസത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ. നെക്സ്റ്റ് വൺ, ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. ചുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷാണ്. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷാണ്. ഓപ്ഷൻ സി ഹൈവേ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് വൺ, ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV.
ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴത്തെ പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 4 ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. കഴിഞ്ഞ LDCക്ക് ഒരു ചോദ്യമുണ്ടായിരുന്നു, അതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. പിന്നെ സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. നെക്സ്റ്റ് വൺ, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. 1 മാത്രമാണ് ബന്ധമില്ലാത്തത്. പഠിക്കാം നമുക്ക്. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. ഹരിത വിപ്ലവത്തിന് ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ HYV ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. അപ്പം നമുക്കറിയാവുന്ന ഈ PSC തരുന്ന 3 ഫാക്ട്സ് ഉണ്ട്. അത് വീണ്ടും വീണ്ടും ചോദിക്കാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണത് വീണ്ടും നമ്മൾ ഉത്തരമായി പഠിക്കുന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ, ഹരിത വിപ്ലവം പറയുമ്പോൾ ഡോക്ടർ MS സ്വാമിനാഥൻ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ എല്ലാം ശരിയാണ്. G20 ഉച്ചകോടി എല്ലാം ശരിയാണ്. നോക്കാം. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യമാണ്. 18ാമത്തെ ഉച്ചകോടി ആയിരുന്നു. 18ാമത്തെ ഉച്ചകോടി ആയിരുന്നു. വസുദൈവ കുടുംബകം, നരേന്ദ്രമോദി ചെയർമാൻ, ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? ആൻസർ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണെന്ത്? റിവേഴ്സ് റിപ്പോ നിരക്ക്. റിവേഴ്സ് ബാങ്ക് അല്ലേ, റിസർവ് ബാങ്ക് ടു വാണിജ്യ ബാങ്ക് പണം കടം വാങ്ങുന്നതാണ് റിവേഴ്സ് റിപ്പോ നിരക്കെന്ന് പറയുന്നത്. ഇന്ത്യയിൽ കന്യാകുമാരി തുടങ്ങിയ വർഷം ഏതാണ്? 1881. 1881 ആണ് സെൻസസ് തുടങ്ങിയ വർഷം. ചരക്കു സേവന നികുതി GST എന്നാൽ എന്താണ്? ചരക്കു സേവന നികുതി GST എന്നാൽ എന്താണ്? പരോക്ഷ നികുതി മാത്രമാണ് പറയുന്നു. പരോക്ഷ നികുതി മാത്രമാണ്. നെക്സ്റ്റ് വൺ, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ? ആൻസർ റോവിംഗ്, ചെസ്, ഗോൾഫ്. നെക്സ്റ്റ് വൺ, 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ആൻസർ ക്യാബിനറ്റ് മിഷൻ. ആൻസർ ക്യാബിനറ്റ് മിഷൻ. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷൻ. ഓക്കെ. നെക്സ്റ്റ് വൺ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതാണ്? ആൻസർ വിൻസ് ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇന്ത്യ വിൻസ് ഫ്രീഡം. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 1 മീൻസ് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. നിർദ്ദേശ തത്വങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. നെക്സ്റ്റ് വൺ, വിവരാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയായവ ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. എല്ലാം ശരിയാണ്. അതായത് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവത്കരിച്ചിട്ടുണ്ട്.
മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽപ്പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം 32. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? 1, 3, 4 ആണ് ആൻസർ വരുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, പിന്നെ സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ കൗൺസിൽ തിരഞ്ഞെടുപ്പ്. നെക്സ്റ്റ് വൺ. രാജ്യസഭ, ലോക്സഭ തിരഞ്ഞെടുപ്പ്. അടുത്തത്. പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പതാക. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹ സ്വാന്തനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന ഇവിടെ വരുമ്പോൾ ഇത്രയും പ്രസ്താവന ഉള്ളതിൽ മൂന്നാമത്തതാണ് തെറ്റ്. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. തെറ്റായ പ്രസ്താവന അതാണ്. ശരി, നോക്കിയേക്കാം. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. ഇത് നോക്കാം. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്. 166 ആണ്. നോക്കാം. നെക്സ്റ്റ് വൺ. കേരളത്തിൻ്റെ 7ാമത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേര് എന്താണ്? എ. ഷാജഹാൻ. 7ാമത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഫെബ്രുവരി 2. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷനായ ആൻസർ 1, 2, 3 ശരിയാണ്. 1 മീൻസ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ദെൻ മൂന്നാമത്തത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ്. നെക്സ്റ്റ് വൺ. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ്? സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. നെക്സ്റ്റ് വൺ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിനാണ് ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോക്സിൻ. ഇതിൽ ഓക്സിറ്റോക്സിനും വാസോപ്രസിൻ രണ്ടും അതിന് ഒരു പ്രത്യുൽപാദനപരമായ ഹോർമോൺസ് ആണ് അല്ലേ. ഓക്സിറ്റോസിനാണ് ഗർഭാശയ ഭിത്തി സങ്കോചിപ്പിക്കുക. കർണപടത്തിൻ്റെ ഇരുവശത്തും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? യൂസ്റ്റേഷ്യൻ നാളി. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3, 4 ശരിയാണ്. ഒന്നാമത്തത് ജൈവവൈവിധ്യ സംരക്ഷണമാണ് ഇതിൻ്റെ ലക്ഷ്യം. IUCNൻ്റെ ലക്ഷ്യം ജൈവവൈവിധ്യ സംരക്ഷണമാണ് IUCNൻ്റെ ലക്ഷ്യം. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നു. ചുവന്ന ബുക്ക് തയ്യാറാക്കുന്നു. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. IUCN.
നെക്സ്റ്റ്, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, എയ്ഡ്സ് അല്ലേ. അത് ലിംഫിനെ അല്ലെങ്കിൽ WBC ആണ്, പ്രതിരോധ ശേഷിയാണ് ബാധിക്കുക എപ്പോഴും. ക്ഷയത്തിൻ്റെത് മൈക്കോബാക്ടീരിയം ലെപ്രേ എന്നല്ലേ, ലെപ്രേ അറിയാം, അതൊക്കെ ചോദിക്കുന്നതാണ് എപ്പോഴും. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്? കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാൾ. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? സിക്കിൾ സെൽ അനീമിയ ആൻഡ് ഹീമോഫീലിയ. ഇത് രണ്ടും ജനിതക രോഗം അല്ലേ, പാരമ്പര്യമായി ഉണ്ടാകുന്ന രോഗങ്ങളാണ് സിക്കിൾ സെൽ അനീമിയ ആൻഡ് ഹീമോഫീലിയ. ഏതു ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. വായുവിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ചൈന. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും? 10. വക്രതാ ദൂരം /2. നെക്സ്റ്റ് വൺ, തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിൻ്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം. തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവ് അല്ലേ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി കോണളവ്, ഈ ഒരളവ്. ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിൻ്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? 4:1. ജലം അണുമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അൾട്രാവയലറ്റ് തരംഗങ്ങൾ. ചന്ദ്രയാൻ 3ൻ്റെ വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിനു വേണ്ടിയാണ്? 14 ഭൗമ ദിനങ്ങൾ. ഏത് മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയാണ് 23 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഏത് മേഖലയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഇലക്ട്രോൺ ഡൈനാമിക്സ്. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ് നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ് നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. മർദ്ദം കൂട്ടി ഊഷ്മാവിനെ കുറയ്ക്കുക. അടുത്തത്, തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറീജയിൽ അടങ്ങിയിട്ടുള്ളത് ആരാണ്? ഹൈഡ്രോജൻ ക്ലോറൈഡ് അല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്, HNO3. HCl ആൻഡ് HNO3. നെക്സ്റ്റ് വൺ, പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷാണ്. പൂരിത ലായനി അല്ലാത്തൊരു ഉപ്പുവെള്ളം ഡാഷാണ്. ഏതാണത്? ഏകാത്മക മിശ്രിതം. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ സംഭാവനയ്ക്കാണ്? രസതന്ത്ര നോബൽ ലഭിച്ചത് ഏത് മേഖലയിലെ സംഭാവനയ്ക്കാണ്? ആൻസർ ക്വാണ്ടം ഡോട്ടുകൾ. നെക്സ്റ്റ് വൺ, സാധാരണ ഉപയോഗിക്കുന്ന സിമെൻറ്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏതാണ്? CaO, കാൽസ്യം ഓക്സൈഡ്. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമാക്കിയ നോവൽ ഏതാണ്? അലിംഗം. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചതാരാണ്? ഹാർമൻപ്രീത് കൗർ. ഇവിടെയുണ്ടു ഞാൻ, എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ആരുടെ വരികളാണ്?
പി രാമചന്ദ്രൻ. താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? വാഹന സുരക്ഷ BNCAP. വാഹന സുരക്ഷ BNCAP. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ? 1, 2, 3 ശരി. അതായത് CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ് വേ, പിന്നെ ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും നോക്കാം. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ളവയാണ് മോഡം. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, അത് കമ്പ്യൂട്ടർ നോളജാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ITA 2000 അല്ലെങ്കിൽ IT ആക്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി എത്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി 2000 എന്ന് പറയുന്ന ആക്ട് പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഏതാണ്? 2000 ഒക്ടോബർ 17 വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 GNU അല്ലെങ്കിൽ ലിനക്സ് എന്ന് പറയുമ്പോഴത് EX 4 ദെൻ മൈക്രോസോഫ്റ്റ് വിൻഡോസ്, മൂന്നാമത് NTFS, ദെൻ ആപ്പിൾ മാക് OS HPFS. ഓക്കെ, ലിനക്സ് XTF, EXT4. കമ്പ്യൂട്ടർ അറിയാത്ത കുറച്ച് പാടായിരിക്കും അല്ലേ? ലിനക്സ് എന്ന് പറയുമ്പോൾ EXT4 +2 വരെ കമ്പ്യൂട്ടർ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, അവർക്ക് എളുപ്പമാണ്. ലിനക്സ് EXT4 ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് NTFS ആണ്. ആപ്പിൾ മാക് OS എന്ന് പറയുമ്പോൾ HPFS. അറിയാത്തത് നമ്മൾ കാണാൻ പഠിക്കാൻ രക്ഷയുള്ളൂ അല്ലേ? വേറെ രക്ഷയില്ല. ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, റിലയൻസ് ഇൻഡസ്ട്രീസ്. മൂല്യവർത്തായ ബ്രാൻഡ് റിലയൻസ് ഇൻഡസ്ട്രീസ്. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ഏതാണ്? ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. 2 സ്വർണം 1 വെള്ളി അല്ലേ, 1 വെങ്കലം ഇട്ട് നടന്നത് ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. നെക്സ്റ്റ് വൺ, വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? അത് വാണിജ്യ പ്രാധാന്യം ഉൾപ്പെടുമ്പോൾ, വാണിജ്യ പ്രാധാന്യം കച്ചവട പ്രാധാന്യം ഉൾപ്പെടുത്തുമ്പോൾ. നെക്സ്റ്റ് വൺ, ഇതിലേതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇവനാണ് ഉൾപ്പെടാത്തത്. നമുക്കിത് നോക്കാം അല്ലേ. അപകടകരമായ ചരക്ക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാനുള്ള അവകാശം. ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെക്കാളും വിലയെയും കുറിച്ച് അറിയിക്കുവാനുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം. അടുത്തത് 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീയുടെ സംരക്ഷണത്തിൻ്റെ കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു? അതായത് കേസിൻ്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യവും കണക്കിലെടുത്തും ഗാർഹിക പീഡനം അല്ലേ, അതെങ്ങനെയാണ് വരിക? 2005 ഗാർഹിക പീഡന നിയമം എങ്ങനെയാണ് ബാധിക്കുക എന്ന് ചോദിച്ചാൽ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. എല്ലാം കൂടി നോക്കണം. കേസിൻ്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യവും കണക്കിലെടുത്ത്. ഇനി മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ്? ആൻസർ, മുതിർന്ന പൗരൻ്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ. അടുത്തത്
2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷത്തിൽ കൂടാത്ത തടവാണ്. 2012 ഇയർ കൂടി ഓർത്തിരിക്കുക. 3 ഇയർ തടവ്. നെക്സ്റ്റ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആൻസർ 32 അല്ലേ? സിമ്പിളായ ആൻസർ 32ആണ്, പക്ഷേ ആലോചിച്ചെത്താൻ കുറച്ച് പാടുപെടും. 32. താഴെ പറയുന്നവയിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ജയന്തി പട്നായിക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും കൊണ്ട് തൊണ്ട വേദനിച്ചു. സോ താങ്ക് യു. ഏകദേശം ഒരു 80 70 അല്ലെ 8 7 15 200 ക്വസ്റ്റ്യൻസോളം കറക്റ്റ് ഇതിനകത്തുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് 200ഓളം ചെയ്യാം, കാരണം കുറേ അധികം ചെയ്യുമ്പോൾ തൊണ്ട പോവും. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് വീഡിയോ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. വീണ്ടും വീഡിയോസ് കാണുക. ഓക്കെ, നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ വീഡിയോസ് മുമ്പോട്ട് ഇടാൻ പറ്റുകയുള്ളൂ, മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അല്ലേ? ഒരു കുട്ടി ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് അതിന് എത്രയോ ഇത്, പക്ഷേ നമുക്ക് യൂട്യൂബ് വരുമാനമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതൊന്നും ഇപ്പോഴൊന്നും ആവില്ല, കുറേയേറെ വേണം, കുറേയേറെ ടൈം എടുക്കും അതിന്. അപ്പം അതില്ല. ബട്ട് എല്ലാവരും ജോലിയില്ലാത്ത ആൾക്കാരാണ്, ഞാനും അത് തന്നെ. ഇപ്പോൾ ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. ഒരു സർജറി കഴിഞ്ഞു, യൂട്യൂബ്, അതായത് തൈറോയ്ഡ് സർജറി കഴിഞ്ഞ് പഠിപ്പിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് വരുമാനമൊന്നുമില്ല. അപ്പോൾ കംഫർട്ടബിൾ ഏരിയ ഇതാണ്. പഠിപ്പിക്കൽ ഒരു പ്രൊഫഷൻ തന്നെ, ഒരു പാഷനാണ്. കുറച്ച് നാൾ വേറെ ജോലിക്ക് പോയി, ബട്ട് അതും കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് മാത്രമേ ഉള്ളൂ വരുമാനം, ഒന്നും ആയിട്ടില്ലെന്നുള്ള സത്യം. പക്ഷേ കുട്ടിക്ക് കൊടുക്കാൻ എന്നെ കൊണ്ടില്ല, എൻ്റെ ഇല്ലെന്നുള്ള സത്യം. എങ്ങനെ നമ്മൾ പറഞ്ഞ് കേൾപ്പിക്കും? ഓ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, എല്ലാവരും നന്നായിരിക്കുന്നതായി പഠിക്കുക. ഓക്കെ.